KP മുഹമ്മദ് മൗലവി പറഞ്ഞ നുണ, ഖുർആനിൽ പറഞ്ഞ നുണ 4 ലക്കത്തിൽ അത് എഴുതിയിരിക്കണം. എന്നാൽ ഇപ്പോഴെങ്കിലും പഠിക്കുന്നുണ്ടോ ഇയാള്? എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ലക്കത്തിൽ, ഏപ്രിൽ ലക്കത്തിൽ, ഏപ്രിൽ ലക്കത്തിൽ അൽമനാറിൽ അദ്ദേഹം എഴുതിയിരിക്കണം, KP മുഹമ്മദ് മൗലവി എഴുതിയിരിക്കാം. തെരിക്കത്ത് എന്ന് പറയുന്ന പദം ആ പ്രയോഗം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അനന്തരവാസത്തിന്റെ പോക്കിനതാണെന്നൊക്കെ കൂടി വ്യാഖ്യാനിച്ചിട്ട് അതുകൊണ്ടാണ് അള്ളാഹു തെരിക്കത്ത് എന്ന് ഉപയോഗിച്ചത്. അങ്ങനത്തെ ഒരു പദം ഖുർആനിലില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. തെരിക്കത്ത് എന്ന് പറയുന്ന ഒരു പദം ഖുർആനിലില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ അങ്ങനെ തെരിക്കത്ത് എന്ന് പറഞ്ഞത് എന്ന് KP പറയുന്നു. എവിടെ നോക്കി പറഞ്ഞു? എവിടെ നോക്കി ഇയാള് ഖുർആൻ പഠിച്ചോ? ഈ ഖണ്ഡനമണ്ഡനത്തിന്റെ ഈ പോരാട്ടത്തിന്റെ സന്ദർഭത്തിലെങ്കിലും അനന്തരാവകാശ വിഷയത്തിലുള്ള 2 ആയത്തെങ്കിലും പഠിച്ചോ ഇയാള്? പഠിച്ചില്ല. ഇതാണ് നമ്മളോരും കൂടെയുള്ള എതിര്. പഠിച്ചില്ല. തെരിക്കത്ത് ഖുർആനിലുണ്ട്. ഖുർആനിൽ തെരിക്കത്തില്ല. തെരിക്കത്ത് എന്ന് പറയുന്ന ആ പദം ഖുർആനിലില്ല. KP പഠിച്ച പള്ളി ദർസുകളിൽ എല്ലാ മദ്ഹബിന്റെ കിതാബുകളിലുണ്ട്. അതിലുള്ളൂ, ഖുർആനിലില്ല. പറഞ്ഞുകൊണ്ട് വലിയ അബദ്ധം അവിടെ ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും അബദ്ധം അത്രത്തോളം ഉണ്ടായാലും ഇല്ല. ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണോ എഴുതിയത്. അപ്പൊ ആ ചെറിയ താല്പര്യത്തിന് വേണ്ടി ഖുർആനിൽ ആ പദം ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് എഴുതിയാൽ പോരെ? നോക്കില്ല. ഇപ്പോഴും നോക്കുന്നില്ല, ഖുർആൻ പഠിക്കുന്നില്ല. ഇപ്പോഴും പഠിക്കുന്നില്ല. ഖുർആൻ സുന്നത്തിന്റെ ആധികാരികമായിട്ട് ഖുർആൻ സുന്നത്ത് പ്രചരിപ്പിക്കാനുള്ള അർഹതയും കപ്പാസിറ്റിയും അതിന്റെ എല്ലാ തയ്യാറെടുപ്പോടു കൂടി നടക്കുന്ന സംഘടനയുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ മതിയാ. ഖുർആൻ സുന്നത്തും പഠിക്കണ്ടേ? ഇതാണ് ഞാനും അവരും തമ്മിലുള്ള അംഗം. വേറെ ഒരു വർഗ വിരോധമില്ല. ഇപ്പോ ഖുർആനിൽ നിന്ന് നമസ്കാരത്തിന്റെ ഒരു രൂപം കിട്ടുന്നു കിട്ടൂല എന്നുള്ള തർക്കം നോക്ക. നിൽക്കണം എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ? നിൽക്കണം എന്ന് പറഞ്ഞപ്പോ കിട്ടിയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. നിന്ന് നിസ്കരിക്കണം. ഇനി വേറൊന്നും കൂടി കേട്ടോളൂ. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല. രാത്രി നമസ്കാരമാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. രാത്രി നമസ്കാരം. രാത്രി നമസ്കാരം തുടങ്ങുമ്പോ തന്നെ എന്താ പറഞ്ഞത്? ഖുമിൽ ലൈല, രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചോളൂന്ന. രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാം. എന്നിട്ടോ വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ അങ്ങനെ സാവധാനത്തിൽ പാരായണം ചെയ്ത് പോയിക്കോളും. ഖുർആൻ സാവധാനത്തിൽ പാരായണം ചെയ്ത് പോവാ. അങ്ങനെ അവസാനം പറഞ്ഞു ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യമുള്ളത് വായിക്കാം, സൗകര്യമുള്ള ഭാഗം പാരായണം ചെയ്യാം എന്ന് ആ സൂറത്തിൽ തന്നെ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞു. അപ്പൊ ഖുർആൻ ഓത്ത്, നമസ്കാരത്തിൽ ഖുർആൻ ഓതുക എന്നുള്ളത് അത് ഖുർആനിൽ നിന്ന് തന്നെ കിട്ടിയതാ. ഇവിടെ അബൂ ഹുറൈറയുടെ ഹദീസ് കൊണ്ട് കിട്ടിയതല്ല, ഖുർആനിൽ തന്നെ പറഞ്ഞതാ. ഫഖ്റഊ ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി, അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചു തന്ന ആ ഗ്രന്ഥത്തിൽ നിന്ന് പാരായണം നടത്തിക്കോ. സ്വലാത്ത, അങ്ങനെ നിസ്കാരം ഇങ്ങനെ നടത്തിക്കോ. നിസ്കാരം നിലനിർത്തണം പറയുമ്പോ 5 എണ്ണട്ടാ. നിലനിർത്തണം 5 കിട്ടിയല്ലോ. നിലനിർത്തണം പറയുമ്പോഴേക്ക് ഇങ്ങനെ 5 കിട്ടിയാ 10 കിട്ടിക്കൂടെ? നിലനിർത്തണതിന്റെ കോലം പറഞ്ഞുതരാ. അപ്പോ ഖുർആൻ പാരായണം ചെയ്യാ, സ്വലാത്ത, നമസ്കാരം നിലനിർത്തും ചെയ്യാം. അപ്പൊ നമസ്കരിക്കുമ്പോൾ ഖുർആൻ അതാ പറയണത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം ഫഹ്ശ, നീചവൃത്തികൾ, നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നൊക്കെ തടയാണ്. നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും നമസ്കാരം തടയാൻ വേലിയുടെ ഡ്യൂട്ടിയാണ് നമസ്കാരത്തിനുള്ളത്. തടയ, പ്രതിരോധം. മരുന്നിന്റെ ഡ്യൂട്ടി തടയ, പ്രതിരോധം. അപ്പൊ നീചവൃത്തി വരാൻ പാടില്ല, നിഷിദ്ധമായ കാര്യം വരാൻ പാടില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിചയമായിട്ടാണ് നമസ്കാരത്തെ അള്ളാഹു നിശ്ചയിച്ചത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വല ദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹുവിന്റെ സ്മരണ, അതാണ് ഏറ്റവും പ്രധാനം. അത് ഖുർആൻ എന്നുള്ള അർത്ഥത്തിൽ ദിക്റുല്ലാഹി എന്ന് പറയാറുണ്ട്. ഖുർആനാണ് അവിടെ പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ. അപ്പോ തടയ എന്നുള്ള ഈ പരിപാടിയാണ് നമസ്കാരത്തിനുള്ളത്. നമ്മളെന്താ അർത്ഥം വെച്ചത്? പൊറുപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. അതായത് രാവിലെ സുബഹി നമസ്കരിച്ചാൽ വൈകുന്നേരം വരെ ദുഷ്കൃത്യങ്ങളൊന്നും ചെയ്യാതെ, തെറ്റൊന്നും ചെയ്യാതെ, നീചവൃത്തിയിൽ ഇടപെടാതെ വൈകുന്നേരം വരെ നമ്മളെ സുരക്ഷിതമാക്കി നിർത്താനുള്ള ഒരു പ്രചോദനം ഈ നമസ്കാരത്തിൽ നമുക്ക് ഉണ്ടാവണം എന്നാ അള്ളാഹു പറഞ്ഞത്. നമ്മൾ പഠിച്ചതെന്താ? നമ്മളെ പഠിപ്പിച്ചത് എന്ന് പറയാം. സുബഹി നമസ്കരിച്ചാൽ രാത്രി കട്ടതും വ്യഭിചരിച്ചതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ പുറത്ത് കിട്ടിയെന്നാ നമ്മൾ പഠിച്ചത് അല്ലേ? എല്ലാവരും പഠിക്കണേ. വൈകുന്നേരം ളുഹർക്ക് നിസ്കരിച്ചാൽ ളുഹർ വരെ കള്ളക്കണക്കും നോണയും ഷിത്തിനെയും ഒക്കെ പറഞ്ഞുണ്ടാക്കിയൊക്കെ ളുഹർ നിസ്കാരം കൊണ്ട് അതും പുറത്ത്. അസ്രകരിച്ചാൽ അതുവരെയുള്ള പുറത്ത്. മരുകരിച്ചാൽ അതുവരെ നമ്മളൊക്കെ ഇങ്ങോട്ട് അഡ്വാൻസ് ആയിട്ടാ. അല്ല, ഈ ബാലൻസ് ചെയ്ത് തീർക്കാം.
നമ്മളുടെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ ബാലൻസ് തീർക്കല. അള്ളാഹ് പറയണത് എന്താ? അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെക്കുകയാണ്. ഇനി മേലിൽ ചെയ്തോടത്തോളം ചെയ്തു, ഇനി മേലിൽ അബദ്ധമൊന്നും വരാതിരിക്കാനാണ് നിസ്കരിക്കണമെന്ന് അള്ളാഹ് പറയണത്. നമ്മൾ പറഞ്ഞത് എന്താ? ഇവിടുത്തെ ബാലൻസ് ഷീറ്റ് തീർക്കല നമ്മളെ നിസ്കാരം കൊണ്ട് പണിയുന്ന നമ്മൾ പറഞ്ഞത്. ഇത് രണ്ടു കൂടി ഒന്നാവോ? രണ്ടു കൂടി ഒന്നല്ല. ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ എന്ന് അള്ളാഹ് പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യാത്ത് എന്ന് രണ്ടാമത്തെ പ്രയോഗമുണ്ട്. യഗ്ഫിറൂ എന്ന് ഒരൊറ്റ സ്ഥലത്ത് നമസ്കാരത്തെ പറ്റി അള്ളാഹ് പറഞ്ഞിട്ടില്ല. നമസ്കാരത്തെ പറ്റി എവിടെങ്കിലും പാപം പൊറുക്കുക എന്നുള്ള പ്രയോഗം ഖുർആനിൽ ഇല്ല. ഇതിങ്ങനൊക്കെ പറയണമെങ്കിൽ കുറെ കാലം അധ്വാനിച്ചിരുന്ന് പഠിച്ചെങ്കിൽ ഇത് പറയാൻ കഴിയുള്ളൂ. ഇത് പറയാൻ പണിയൊന്നുമില്ല. നിങ്ങളാരും തൽക്കാലം എന്നെ പിടിച്ചില്ലാന്നും ഒരുപക്ഷെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ പാവം വിചാരിച്ചിട്ടോ. പക്ഷെ ആയിരക്കണക്കിൽ പണ്ഡിതന്മാർ ഇവിടെ കേരളത്തിലുണ്ട്, പുരോഹിതന്മാരുണ്ട്. ഞാനൊരു നുണ ഇവിടെ നിന്ന് പറഞ്ഞു പോയാൽ ഖുർആനിൽ അതില്ല ഇതില്ല ഇന്നതുണ്ട് എന്നൊക്കെ പറഞ്ഞു പോയാൽ എന്നെ വിടൂല. അവര് വിടുവോ? നിങ്ങൾ ഇവിടുന്ന് വണ്ടൂരിൽ നിന്ന് എന്നെ വിട്ടത് വരാ, പക്ഷെ കേരളത്തിൽ നിന്ന് വിടൂല. ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് നമസ്കാരം കൊണ്ട് ദോഷം പൊറുക്കും, മഗ്ഫിറത്തുണ്ടാകും, ഗുഫ്റാനുണ്ടാകും, തക്ഫീർ ഉണ്ടാകും എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലം ഖുർആനിലില്ല. എന്നാലോ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്തോ, സക്കാത്തിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിടത്ത് മഗ്ഫിറത്ത് ഉണ്ടാവുന്ന 5 സ്ഥലത്ത് കാണിച്ചത്. 5 സ്ഥലത്ത് കാണിച്ചത്. സ്വർഗം കിട്ടും എന്ന് പറഞ്ഞു. 5 സ്ഥലത്ത് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞു സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. നമസ്കാരത്തെ പറ്റി പറഞ്ഞ ഒരൊറ്റ സ്ഥലത്ത് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല, ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ദോഷം മറക്കുമെന്ന് പറഞ്ഞിട്ടില്ല. വരാതിരിക്കാനുള്ള ഒരു വേലിയുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ മരുന്നിന്റെ ഡ്യൂട്ടിയാണ് നമസ്കാരത്തിനുള്ളത്. അവിടെ നിന്ന് നമ്മൾ വേറെ ഒന്നും മനസ്സിലാക്കണ്ടോ? അപ്പൊ അങ്ങനെയുള്ള പ്രതിരോധ ശക്തി ആർജിക്കലാണ് നമസ്കാരം കൊണ്ടെങ്കിൽ അത് ഒരു നേരം കഥാവായി പോയാൽ പിന്നെ എന്ത് ചെയ്യുന്നുള്ളതാണ്. ഇന്നലെ മരുന്ന് വയ്ക്കാൻ കഴിഞ്ഞില്ല, ഇന്നലെ മിഞ്ഞാന്നും കഴിഞ്ഞില്ല, ഇന്നാണ് അത് ഓർമ്മ. അത് മരുന്ന് കുപ്പി ഒട്ടാകെ എടുത്താണ്ട് പെന്താ അത് പറ്റൂല. ഇന്നൊക്കെ വേണ്ട മരുന്നേ പിന്നെ കഴിക്കണ്ടുള്ളൂ. ഇന്നലെ കഴിക്കാൻ കഴിഞ്ഞില്ല, മിഞ്ഞാന്നും കഴിക്കാൻ കഴിഞ്ഞില്ല, അന്നത്തെ പനിയും തലവേദനയൊക്കെ ഉണ്ടായി, അതാണ് പോയി. ഇനിയിപ്പോ ഇന്ന് കഴിക്കുമോ ഇന്നലത്തെയും മിഞ്ഞാലത്തെയും മരുന്നും കുപ്പി ഒക്കെ കൂടി ആ ഡോസ് ഒന്നാകാണ്ട് കയറ്റാൻ പാടില്ല. ഇന്നത്തെ ആവശ്യത്തിന് ഇന്നത്തെ മരുന്ന് കഴിക്കുക. ഇനി നാളെ മറന്നാൽ രണ്ടും കൂടി മറ്റന്നാൾ കഴിക്കല്ല, നാളെ മറക്കാതെ കഴിക്കാം. മറന്നു പോയെങ്കിൽ പോട്ടെ, ഇപ്പൊ എന്ത് ചെയ്യാനാ? അതിന് വേറെ മരുന്ന് വേറെ എന്തെങ്കിലും മാറ്റേണ്ടി വരും ചിലപ്പോൾ. എന്നല്ലാണ്ട് ഈ കഴിക്കുന്ന ഇരട്ടി കഴിച്ചിട്ട് കാര്യമില്ല. ഒരു കൊല്ലം വേലിയെട്ടാൻ മറന്നു, വേലിയെട്ടാൻ മറന്നു, കൃഷിക്ക് വേലിയെട്ടാൻ മറന്നു, അങ്ങനെ കൃഷിയൊക്കെ നാശവും ചെയ്തു. പിറ്റത്തെ കൊല്ലം കഴിഞ്ഞല്ല ഏതായിരുന്നാലും വേലി കെട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇക്കൊല്ലം നമ്മുടെ പാടത്ത് ഈ 2 വേലി അവിടെ വെച്ചിട്ട് കെട്ടിയിട്ട് വല്ല കാര്യം? ഇരട്ട വേലി കണ്ടൊരു കാര്യമില്ല. ഒരു വേലി ഇനി എന്നും വേണ്ടുള്ളൂ. ഇരട്ട വേലി കെട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞാൽ വേലി എങ്ങനെ കൃഷിക്ക് സംരക്ഷണം നൽകുന്നു, അല്ലെങ്കിൽ ആരോഗ്യത്തിന് മരുന്ന് എങ്ങനെ സംരക്ഷണം നൽകുന്നു, അതുപോലത്തെ ഒരു പണിയാണ് നമസ്കാരം. നമസ്കരിച്ചത് കൊണ്ട് സ്വർഗം തരാന്നുള്ള പറഞ്ഞിട്ടില്ല. നമസ്കരിച്ചില്ലെങ്കിൽ നരകം തരാന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ടില്ല. അസരായിപ്പോയി. ഇപ്പൊ സുഖായില്ലേ? നിസ്കരിച്ചുകൊണ്ട് സ്വർഗവുമില്ല, നിസ്കരിക്കാത്തതുകൊണ്ട് നരകവുമില്ല എന്ന് ഖുർആൻ തെളിവായാൽ പിന്നെ ഇനി എന്തിനാ നിസ്കരിക്കണെന്നാ പിന്നത്തെ ചോദ്യം. പിന്നത്തെ ചോദ്യം എന്തിനാ നിസ്കരിക്കണെന്നാ ആയില്ല. അങ്ങനെ ചോദിക്കാനായില്ല. നമസ്കരിച്ചത് കൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് സ്വർഗം തരാന്നുള്ള പറഞ്ഞിട്ടുണ്ടോ? നോമ്പ് നോറ്റത് കൊണ്ട് സ്വർഗം തരാന്നുള്ള പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. നോമ്പ് ഉപേക്ഷിച്ചാൽ നരകം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ല. ഹജ്ജിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ല. അപ്പോ എന്ത് ചെയ്താലും ഇപ്പൊ സ്വർഗമില്ല നരകമില്ല ഒന്നുമില്ല അല്ല. സക്കാത്ത് കൊടുത്താൽ സ്വർഗം തരാന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കണ്. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നരകമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കണ്. അള്ളാഹ്ക്ക്